ഈശ്വം സിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് പഠന പരമ്പരയിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ലോഗോസ് പഠന ഭാഗത്തിലെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1, 2 അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ്. ആദ്യം തന്നെ 1-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യൻ ആര്? വിശുദ്ധ യോഹന്നാൻ. ചോദ്യം 2. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എപ്പോൾ എവിടെ വെച്ച് എഴുതിയതെന്നാണ് പണ്ഡിതമതം പറയുന്നത്? AD 95 എഫേസോസിൽ വെച്ച്. ചോദ്യം 3. സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്ത്? യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും. ചോദ്യം 4. നാലാമത്തെ സുവിശേഷം എന്നറിയപ്പെടുന്നത് ഏത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. ചോദ്യം 5. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അറിയപ്പെടുന്നത് എപ്രകാരമാണ്? വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും ജീവൻ്റെ സുവിശേഷമെന്നും അറിയപ്പെടുന്നു. ചോദ്യം 6. നാലാമത്തെ സുവിശേഷമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തെ എത്ര ഭാഗങ്ങളായി തരംതിരിക്കാം? അവ ഏവ? 2 ഭാഗങ്ങളായി. അടയാളങ്ങളുടെ പുസ്തകമെന്നും മഹത്വത്തിൻ്റെ പുസ്തകമെന്നും. ചോദ്യം 7. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ കാണുന്ന വചനത്തിന് സമാനമായ വചനഭാഗം പഴയ നിയമത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഉൽപ്പത്തി 1:1. ചോദ്യം 8. ദൈവം അയച്ച ഒരു മനുഷ്യൻ ആര്? സ്നാപക യോഹന്നാൻ. ചോദ്യം 9. വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ ആര്? സ്നാപക യോഹന്നാൻ. ചോദ്യം 10. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ആര്? യേശു. ചോദ്യം 11. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:12 പ്രകാരം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഡാഷ് നൽകി. ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ചോദ്യം 12. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:13 പ്രകാരം അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ഈ വചനം അർത്ഥമാക്കുന്നത് എന്ത്? ഗ്രീക്ക് കയ്യെഴുത്തു പ്രതികളിൽ ബഹുവചനമായി ഉപയോഗിച്ചതിനാൽ ദൈവത്തിൽ നിന്നുള്ള വിശ്വാസികളുടെ ജനനത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ലത്തീൻ സുറിയാനി കയ്യെഴുത്തു പ്രതികളിൽ ഏകവചനമായി കാണിക്കുന്നു. അത് യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നു. ചോദ്യം 13. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം ഡാഷ് സ്വീകരിച്ചിരിക്കുന്നു. കൃപയ്ക്കുമേൽ കൃപ. ചോദ്യം 14. വിശുദ്ധ യോഹന്നാൻ 1:16 കൃപയ്ക്കുമേൽ കൃപ എന്ന അർത്ഥമാക്കുന്നത് എന്ത്? ക്രിസ്തുവിൽ യാഥാർത്ഥ്യമായി തീർന്ന കൃപയ്ക്ക് അനുസൃതമായ കൃപ. ചോദ്യം 15. ആര് വഴിയാണ് നിയമം നൽകപ്പെട്ടത്? മോശ വഴി. ചോദ്യം 16. യേശുക്രിസ്തു വഴി ഉണ്ടായത് എന്ത്? കൃപയും സത്യവും. ചോദ്യം 17. നീ ആരാണ് എന്ന് ചോദിക്കാൻ പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചത് ആര്? എവിടെ നിന്ന്? യഹൂദർ ജെറുസലേമിൽ നിന്ന്. ചോദ്യം 18. ഞാൻ ക്രിസ്തുവല്ല എന്ന് പറഞ്ഞത് ആര്? സ്നാപക യോഹന്നാൻ. ചോദ്യം 19. സ്നാപക യോഹന്നാൻ ആരെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്? കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ്. ചോദ്യം 20. സ്നാപക യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എവിടെ? ജോർദാൻ്റെ അക്കരെ ബഥാനിയായിൽ. ചോദ്യം 21. യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞത് എന്ത്? ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചോദ്യം 22. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ആരെ പറ്റിയാണ് പറഞ്ഞത്? സ്നാപക യോഹന്നാൻ യേശുവിനെ പറ്റി. ചോദ്യം 23. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:31 പ്രകാരം എന്തിനു വേണ്ടിയാണ് സ്നാപക യോഹന്നാൻ ജലത്താൽ സ്നാനം നൽകുന്നത്? യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി. ചോദ്യം 24. യേശു നടന്നു വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞത് എന്ത്? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചോദ്യം 25. യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചത് എപ്പോൾ? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്
യോഹന്നാൻ പറഞ്ഞത് കേട്ട്. ചോദ്യം 26. റബ്ബി എന്ന വാക്കിനർത്ഥം ഗുരു. ചോദ്യം 27. യേശു വസിക്കുന്നിടം വന്നു കാണുകയും യേശുവിനോടുകൂടെ താമസിക്കുകയും ചെയ്തത് ആര്? സ്നാപക യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ. ചോദ്യം 28. എത്രാം മണിക്കൂറിലാണ് യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിനോടൊപ്പം താമസിച്ചത്? ഏകദേശം 10-ാം മണിക്കൂറിൽ. ചോദ്യം 29. ആ 2 ശിഷ്യരിൽ ഒരുവൻ ആരായിരുന്നു? ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ്. ചോദ്യം 30. മിശിഹ ഏതു പദമാണ്? ഹീബ്രു പദം. ചോദ്യം 31. ക്രിസ്തു ഏതു പദമാണ്? ഗ്രീക്ക് പദം. 32. കേപ്പ എന്ന വാക്കിനർത്ഥം പാറ. 33. പിറ്റേ ദിവസം യേശു പോകാനൊരുങ്ങിയത് എവിടേക്ക്? ഗലീലിയിലേക്ക്. ചോദ്യം 34. പീലിപ്പോസിനോട് യേശു പറഞ്ഞത് എന്ത്? എന്നെ അനുഗമിക്കുക. ചോദ്യം 35. പീലിപ്പോസ് എവിടെ നിന്നുള്ളവനാണ്? ബെത്സൈദായിൽ നിന്നുള്ളവൻ. ചോദ്യം 36. ബെത്സൈദായിൽ നിന്നുള്ള മറ്റു 2 പേർ ആര്? അന്ത്രയോസും പത്രോസും. ചോദ്യം 37. ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു എന്ന് ആര് ആരോട് പറഞ്ഞു? പീലിപ്പോസ് നഥാനയേലിനോട്. ചോദ്യം 38. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്? യേശുവിനെ പറ്റി. ചോദ്യം 39. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് ചോദിച്ചത് ആര്? ആരോട് ചോദിച്ചു? നഥാനയേൽ പീലിപ്പോസിനോട്. ചോദ്യം 40. നഥാനയേൽ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞത് എന്ത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ചോദ്യം 41. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ് എന്ന് പറഞ്ഞത് ആര്? നഥാനയേൽ. ചോദ്യം 42. മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ. ഇനി നമുക്ക് 2-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് കാനായിലെ വിവാഹ വിരുന്നും യേശു ദേവാലയ ശുദ്ധീകരണം നടത്തുന്നതാണ്. ചോദ്യം 1. ഗലീലിയിൽ കാനായിൽ വിവാഹ വിരുന്ന് നടന്നത് എന്നാണ്? 3-ാം ദിവസം. ചോദ്യം 2. വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞത് എന്ത്? അവർക്ക് വീഞ്ഞില്ല. ചോദ്യം 3. യേശുവിൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞതെന്ത്? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ചോദ്യം 4. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന വചനഭാഗം നാം എവിടെയാണ് കാണുന്നത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 5. വിവാഹ വിരുന്നിലുണ്ടായ 6 കൽഭരണികൾ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന കൽഭരണികൾ. ചോദ്യം 6. കൽഭരണികളിലേറ്റ ഓരോന്നിലും എത്ര അളവ് വെള്ളം കൊള്ളുമായിരുന്നു? 2-ഓ 3-ഓ അളവ് വെള്ളം. ചോദ്യം 7. വീഞ്ഞാക്കി മാറ്റിയ ആ വെള്ളം രുചിച്ചു നോക്കിയത് ആര്? കലവറക്കാരൻ. ചോദ്യം 8. ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം എന്തിൻ്റെ ആരംഭമാണ്? തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം. ചോദ്യം 9. കാനായിലെ അത്ഭുതത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? കഫർനാമിലേക്ക്. ചോദ്യം 10. യേശു ആരോടൊപ്പമാണ് കഫർനാമിലേക്ക് പോയത്? തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി. ചോദ്യം 11. കഫർനാമിൽ അവർ എത്ര ദിവസം താമസിച്ചു? ഏതാനും ദിവസം. ചോദ്യം 12. യേശു ജെറുസലേമിലേക്ക് പോയത് എപ്പോൾ? യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ. ചോദ്യം 13. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നതിനെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും കണ്ടത് എവിടെ? ദേവാലയത്തിൽ. ചോദ്യം 14. യേശു ഡാഷ് കൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി? കയറുകൊണ്ട്. ചോദ്യം 15. ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്ന് കൽപ്പിച്ചത് ആരോടാണ്? പ്രാവുകളെ വിൽക്കുന്നവരോട്. ചോദ്യം 16. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം
2:17 പ്രകാരം അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിന് തുല്യമായ വചനഭാഗം പഴയ നിയമത്തിൽ എവിടെയാണ് നാം കാണുന്നത്? സങ്കീർത്തനം 69:9. ചോദ്യം 17. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും എന്ന് യേശു ഏത് ദേവാലയത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റി. ചോദ്യം 18. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:20 പ്രകാരം ജെറുസലേം ദേവാലയം എത്ര നാളെടുത്താണ് പണിതത്? 46 സംവത്സരം. ചോദ്യം 19. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവം മറ്റു സുവിശേഷങ്ങളിൽ എവിടെയെല്ലാം നാം കാണുന്നു? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 12-13 വാക്യത്തിൽ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 15-17 വാക്യത്തിൽ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 45-46 വാക്യത്തിൽ. ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ലോഗോസ് പഠനഭാഗത്തിനുള്ള വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 1ഉം 2ഉം അധ്യായങ്ങളിലെ 61ഓളം ചോദ്യോത്തരങ്ങളാണ്. ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.